മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസിനായി ജപ്പാനുമായി ഈ മാസം അവസാനം ധാരണയിലെത്തും. ജപ്പാൻ ഭാഷയിൽ ഷിൻകാൻസൻ എന്ന പ്രശസ്തമായ 24 ബുള്ളറ്റ് ട്രെയിനുകളാണ് വാങ്ങുന്നത്. 508 കിലോമീറ്റർ റൂട്ടിൽ 2026 മധ്യത്തോടെ ഇവ ഓടിക്കാനാണ് ശ്രമം. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയുള്ള ബുള്ളറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ട്രെയിൻ 508 കിലോമീറ്റർ 2 മണിക്കൂറിൽ ഓടും. 12 സ്റ്റേഷനുകളുണ്ട്. ഓൾ സ്റ്റോപ്പ് ബുള്ളറ്റ് ട്രെയിനുകൾ 2.45 മണിക്കൂറിൽ ഓടിയെത്തും. നിലവിൽ 6 മണിക്കൂർ വേണം. പ്രധാന സ്റ്റേഷനാവുന്ന സബർമതിയോട് ചേർന്ന് ദണ്ഡിയാത്ര ആലേഖനം ചെയ്ത മൊബിലിറ്റി ഹബ്ബും നിർമ്മിക്കും. ട്രാക്ക് ഗുജറാത്തിൽ 50%, മഹാരാഷ്ട്രയിൽ 25% പൂർത്തിയായി. ജപ്പാനിൽ ഷിൻകാൻസൻ ശൃംഖലയിലെ കോൺക്രീറ്റ് സ്ലാബ് ട്രാക്കാണ് നിർമ്മിക്കുന്നത്. ജപ്പാൻ പരിശീലനം നൽകിയ 1000-ഓളം ഇന്ത്യൻ എഞ്ചിനീയർമാരാണ് നിർമ്മാണം നടത്തുന്നത്. ദേശീയ അതിവേഗ റെയിൽ കോർപ്പറേഷനാണ് ചുമതല. ആകാശപാതയും തുരങ്കങ്ങളുമുണ്ട്. 20 പാലങ്ങളും ഒരു കടൽ തുരങ്കവും. നർമ്മദ നദിയിൽ 1.2 കിലോമീറ്റർ പാലം, വൈതരണി നദിയിൽ 2.2 കിലോമീറ്റർ പാലം, ഒറ്റത്തൂണുകളിൽ 40 മീറ്റർ നീളമുള്ള ഗാർഡറുകൾ സ്ഥാപിക്കും. ഓരോ ഗാർഡറിനും 970 ടൺ ഭാരം. ബുള്ളറ്റ് ട്രെയിൻ എയറോഡൈനാമിക് ഡിസൈൻ. കോച്ചുകൾ 10, യാത്രക്കാർ 690, ഫസ്റ്റ് ക്ലാസ് സീറ്റ് 15, ബിസിനസ് ക്ലാസ് 55, സ്റ്റാൻഡേർഡ് ക്ലാസ് 620, മുലയൂട്ടൽ ക്യാബിൻ, രോഗികൾക്ക് വിശ്രമമുറി. സ്റ്റേഷനുകളിൽ ഭൂകമ്പ മാപിനിയുണ്ടാകും. 28.11 ലക്ഷം കോടിയാണ് മൊത്തം പദ്ധതി ചെലവ്. 11,000 കോടിയാണ് ട്രെയിനുകൾക്ക് മാത്രം നൽകിയിരിക്കുന്നത്. അതിവേഗ ബഹുദൂരം സഞ്ചരിക്കുക എന്നതാണ് ഇന്നത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യം. കാലത്തിനനുസരിച്ചുള്ള ആ മാറ്റങ്ങളിലേക്കുള്ള ചുവട് വയ്ക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയും. അതിന്റെ ഭാഗമായാണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ ചിത്രങ്ങൾ റെയിൽവേ പുറത്തുവിട്ടത്. റെയിൽവേ മന്ത്രാലയ ആസ്ഥാനത്ത് ഗേറ്റ് 4ലാണ് ചിത്രം സ്ഥാപിച്ചിട്ടുള്ളത് എന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ANA വാർത്താ ഏജൻസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലാണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക. 508 കിലോമീറ്ററാണ് ദൈർഘ്യം. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രൊജക്ട് കടന്നു പോകുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ദാദ്ര നാഗർ ഹവേലി എന്നിവിടങ്ങളിലൂടെയാണ്. ഈ റൂട്ടിലുള്ള 12 സ്റ്റേഷനുകൾ മുംബൈ, താനെ, വിരാർ, ബോയ്സാർ, വാപി, ബിലിമോറ, സൂറത്ത്, ഭരുച്ച്, വഡോദര, ആനന്ദ്, അഹമ്മദാബാദ്, സബർമതി എന്നിവയാണ്. പ്രോജക്ടിന്റെ ഭാഗമായി ഗുജറാത്തിലെ 8 സ്റ്റേഷനുകളുടെ ആദ്യഘട്ട പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പണികൾ പുരോഗമിക്കുമ്പോൾ മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സ് സ്റ്റേഷന്റെ ഖനനം അവസാന ഘട്ടത്തിലുമാണ്. ബുള്ളറ്റ് ട്രെയിനിന് പാതയൊരുക്കുന്നതിന്റെ ഭാഗമായി ഈ റൂട്ടിലെ 17 പാലങ്ങളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. ഗുജറാത്തിലെ നർമ്മദ, മഹി, താപ്തി, സബർമതി എന്നിവിടങ്ങളിലെ പ്രധാന പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ 4 പാലങ്ങളും നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും ബംഗളൂരുവിലെ BEML ലിമിറ്റഡും സംയുക്തമായാണ് 280 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ സെറ്റുകൾ വികസിപ്പിക്കുന്നത്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരമൊരു പ്രോജക്ട് രാജ്യത്ത് നടപ്പിലാക്കുക. 1389.5 ഹെക്ടർ ഭൂമി ഇതിന്റെ ഭാഗമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ജാപ്പനീസ് റെയിൽവേയുടെ സഹായത്തോടെയാണ് ബുള്ളറ്റ് ട്രെയിനിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും. എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. 2027 ഓഗസ്റ്റിൽ ഓട്ടം തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് 508 കിലോമീറ്റർ ദൂരത്തിൽ ബുള്ളറ്റ് ട്രെയിൻ പാത നിർമ്മാണം നടക്കുന്നത്. 2016ലാണ് പദ്ധതി അവതരിപ്പിച്ചത്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാവുന്ന തരത്തിലാണ് പാതയുടെ നിർമ്മാണം. എന്നാൽ ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ പരമാവധി വേഗത 280 കിലോമീറ്റർ ആയിരിക്കും. ട്രെയിനിന്റെ നിർമ്മാണം അടുത്ത വർഷം ആദ്യം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലെ യാത്രാ സമയം ഏകദേശം 2.5 മണിക്കൂറായി കുറയും. ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ഡിസൈനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റെയിൽവേ പുറത്തുവിട്ടത്. ഡൽഹിയിലെ റെയിൽ ഭവന്റെ 4ാം ഗേറ്റിലാണ് ഈ ചിത്രം സ്ഥാപിച്ചിട്ടുള്ളതും. വന്ദേ ഭാരതിന് സമാനമായി ഓറഞ്ച് നിറമുള്ള മുകൾ ഭാഗത്തോടു കൂടിയ ട്രെയിനിന്റെ ജനാലകളോട് ചേർന്ന് കറുപ്പ് നിറവും അതിന് താഴെ ഓറഞ്ച് നിറവുമാണ് നൽകിയിരിക്കുന്നത്. ട്രെയിനിന്റെ മുൻഭാഗം മൂക്കുകൾ പോലെയും മുന്നിലെ 2 ലൈറ്റുകൾ കണ്ണുകൾ പോലെയും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.